गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। നമ്മൾ ശരീരത്തിന് കുറച്ചൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം മുടങ്ങി. അതിനു മുമ്പത്തെ പ്രാവശ്യം 7-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകമാണ് ശ്രദ്ധിക്കാനുള്ളത്. ശരി, 7 എടുത്തത്. ഏതായാലും നമുക്കൊരു മാസം ഒരു വിടവ് വന്നതുകൊണ്ട് അതൊന്നുകൂടി ഓർമ്മിച്ച് 8 പോവാം. ഇവിടെ 6-ാം അധ്യായത്തിൽ ആത്മസംയമം അല്ലെങ്കിൽ ധ്യാനം സൂക്ഷ്മമായ സാധനാക്രമത്തിലൂടെ ഏകതത്വബോധത്തിലേക്ക് ഉയരുന്ന വർണ്ണനയാണ് 6-ാം അധ്യായത്തിൽ ചെയ്തത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ആത്മസംയമ യോഗത്തിലൂടെ ധ്യാനത്തിലൂടെ പരമമായ യോഗസ്ഥിതിയിലേക്ക് ഉയരുന്നതിൻ്റെ വർണ്ണനയാണ് 6-ാം അധ്യായം. അതിനുശേഷമാണ് അർജുനൻ്റെ സംശയമില്ലാതെ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് ഭഗവാൻ കൊണ്ടുപോകുന്നത്. അതേറ്റവും സൂക്ഷ്മതമമായ വിദ്യയായതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വിശേഷിച്ച് പറഞ്ഞാൽ 3 അധ്യായങ്ങൾ 7, 8, 9 ഭഗവത്ഗീതയുടെ മധ്യം എന്ന പോലെ സൂക്ഷ്മതമമായ വിഷയമാണ്. ആ വിഷയങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് 11, 12 എത്താൻ പറ്റൂ. അല്ലെങ്കിൽ എത്താൻ പറ്റില്ല എന്ന് മാത്രമല്ല, 11-ാം അധ്യായം അസ്ഥാനത്താണെന്ന് വരെ പലരും പ്രസംഗിക്കാറുണ്ട്. ഗീതയിൽ 11-ാം അധ്യായം അസ്ഥാനത്താണെന്ന് പറയുന്ന എത്രയോ വിദ്വാൻമാരെ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈയൊരു ക്രമം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതിനിഗൂഢമായ വിഷയമാണ് ഈ 7, 8, 9. അത് ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ 10, 11, 12 എത്തുന്നത്. എങ്കിൽ മാത്രമേ 13, 14 അങ്ങനെ പോകാൻ പറ്റൂ. ഒരു 3 ഘട്ടങ്ങളായിട്ട് 3 പടവുകൾ ആയിട്ട് ഗീതോപദേശത്തെ എടുത്താൽ അതിൽ 1-ാമത്തെ പടവ് കഴിയുകയാണ് 6-ാം അധ്യായത്തിൽ. അടുത്തതിലേക്ക് കിടക്കുകയാണ് 7 തൊട്ട്. അത് ആ നിലയ്ക്ക് തന്നെ നമ്മളിതിനെ നോക്കിക്കാണണം. അപ്പോൾ ആദ്യം
ശ്രോതാവിൻ്റെ, സാധകൻ്റെ, ശിഷ്യൻ്റെ ശ്രദ്ധയെ പൂർണ്ണമായി ആകർഷിച്ചു. അതാണ് എന്നിലാസക്തമായ മനസ്സോടുകൂടി ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന സാധനകൾ അനുഷ്ഠിച്ച് 6-ാം അധ്യായത്തിൽ പറഞ്ഞു തന്നതൊക്കെ ചെയ്ത് ജീവിക്കുന്നൊരു മനുഷ്യൻ യാതൊരു സംശയവുമില്ല പൂർണ്ണമായി എന്നെ അറിയും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ ഒരു ജിജ്ഞാസ ഒന്നും കൂടി ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, ഞാനീ പറയണത് പഠിച്ചു പറയണമെന്നല്ല, സ്വാനുഭവത്തിൽ നിന്ന്, ദൃഢതയിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആശ്രയിക്കും. അത് കഴിഞ്ഞിട്ടാണ് പറയണത്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനൊന്നും ശേഷിക്കുന്നില്ല. ഈ വാക്കുകളൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുമ്പോൾ സാധകൻ്റെ ശ്രദ്ധയെ പൂർണ്ണമായി ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ സുലഭമായ വിദ്യയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചൂടെ? അപ്പോൾ പറഞ്ഞ അതല്ല, വളരെ ദുർലഭമാണ്. മനുഷ്യന്മാരിൽ ആയിരക്കണക്കിന് പേരിൽ ഒരാൾക്ക് മാത്രമേ ഇത് അറിയാനുള്ള ഇച്ഛ പോലും ഉള്ളൂ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ഒരാളെ ഇത് അറിയുള്ളൂ. അപ്പോൾ ദുർലഭമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി സാധകൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പ്രകൃതിയെക്കുറിച്ച് പറയുന്നത്, പരാപ്രകൃതിയും അപരാപ്രകൃതിയും. അപരാപ്രകൃതി ഈ കാണാകുന്ന സകലവും, പരാപ്രകൃതി അതിനെ ചേർത്ത് കോർത്ത് നിർത്തുന്ന ചൈതന്യം. ഇത്രയും മനസ്സിലാക്കിയ എളുപ്പമായി. ഈ കാണാകുന്ന സകലവും, സ്ഥാവര ജംഗമാത്മകമായ സകല പ്രപഞ്ചവും, സകലവും അപരാപ്രകൃതിയാണ്. അതിനെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്ന ജീവഭാവമാണ് പര. ഇതാണ് 4-5 ശ്ലോകങ്ങളിൽ. എന്നിട്ട് പറഞ്ഞു, ഇതാണ്, അതായത് പരാ അപരാരൂപത്തിലുള്ള എൻ്റെ പ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സകല ഭൂതങ്ങളുടെയും ഉദ്ഭവസ്ഥാനം. ഇപ്പോൾ ഉദ്ഭവസ്ഥാനം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അതിനും ഒരു കാരണം വേണം. അത് ഞാനാണ്. അതാണ് ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ എന്നാദ്യം പറഞ്ഞു. അപ്പോൾ ഏതദ് യോനീനി, പരാപ്രകൃതിയും അപരാപ്രകൃതിയുമാണ് ഈ സകല സ്ഥാവര ജംഗാത്മാത്മകമായ ഭൂതങ്ങളുടെയും ഉത്പത്തിസ്ഥാനം. അപ്പോൾ അതിൻ്റെ മൂലകാരണമോ അത് അധിഷ്ഠാന സത്യമാണ്. അതാണ് അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ. ഞാൻ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും പ്രഭവവും പ്രളയവുമാണ്. ഈ വിഷയം വിശദീകരിക്കുക എന്ന് പറയാൻ വയ്യ, ആവർത്തിച്ചൊന്നുകൂടി ഓർമ്മിപ്പിക്കാൻ പോകുന്നുണ്ട് 10-ാം അധ്യായത്തിൽ. അഹമാദിശ്ച മധ്യം ച ഭൂതാനാം അന്ത ഏവ ച എന്ന്. അത് നമുക്ക് അവിടെ പഠിക്കാം 10-ാം അധ്യായത്തിൽ. ശരി, തുടർന്ന് അഹം കൃത്സ്നസ്യ ജഗതഃ പ്രഭവഃ പ്രളയഃ എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് 7-ാം ശ്ലോകം. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ.
മത്തഃ പരതരം കിഞ്ചിതന്യത് നാസ്തി ഹേ ധനഞ്ജയ. എന്നിൽ നിന്ന് പരമായിട്ട് ഒന്നുമില്ല എന്ന് നീ മനസ്സിലാക്കൂ. സർവാധിഷ്ഠാനം, സർവകാരണം, സർവസ്വരൂപം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് എന്നിൽ നിന്ന് പരമായി ഒന്നുമില്ല എന്ന് നീ മനസ്സിലാക്കൂ. അപ്പോൾ അവിടെ ഒരു സംശയം നമുക്ക് വരാം. ഈ ദ്വൈതപ്രപഞ്ചം നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്ഥാവരജംഗമാത്മകമായിട്ടുള്ള പ്രപഞ്ചം കാണുന്നുണ്ടല്ലോ. അപ്പം അങ്ങയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും ഇല്ലെങ്കിൽ, അങ്ങയ്ക്ക് ഉപരിയൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രണ്ട്? അപ്പോഴാണ് മറുപടി പറഞ്ഞത്, മൈ ഇതം സർവം പ്രോതം. സൂത്രേ മണികണ ഇവ എന്നുള്ളത് അവിടെ ദൃഷ്ടാന്തം പോട്ടെ. എല്ലാം, ഇതം സർവം, ഇതെല്ലാം എന്ത് കാണുന്നുണ്ടോ, കേൾക്കണുണ്ടോ, രുചിക്കുന്നുണ്ടോ, മണക്കണുണ്ടോ, സ്പർശിക്കുന്നുണ്ടോ, പോരാ, ചിന്തിക്കപ്പെടുന്നുണ്ടോ, മനസ്സിലാക്കപ്പെടുന്നുണ്ടോ, എല്ലാം ഇതം സർവം. അതിൽ സ്ഥാവരം, ജംഗമം, ജഡം, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാം മൈ പ്രോതം, എന്നിൽ കോർക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനാകുന്ന അധിഷ്ഠാന സത്യത്തിൽ എല്ലാം കോർക്കപ്പെട്ടിരിക്കുക. അപ്പോൾ ഈ കോർക്കപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ? സൂത്രേ മണിഗണ ഇവ, സൂത്രത്തിൽ മണിഗണങ്ങൾ പോലെ. ദൃഷ്ടാന്തത്തിന് ചെറിയൊരു ന്യൂനതയുണ്ട്. പറയുന്നത് ഭഗവാൻ തന്നെയാണ്, എഴുതിയത് വ്യാസനാണ്, എന്നാലും അതിനൊരു ന്യൂനത ഉണ്ട്. കാരണം എന്താ കാരണം? സൂത്രം വേറെയാണ്, മണിഗണങ്ങൾ വേറെയാണ്. അപ്പം ഭിന്നങ്ങളായ മുത്തുകളെ അതിൽ നിന്ന് ഭിന്നമായ നൂല് ഒരു മാലയായി ചേർത്ത് കോർത്ത് നിർത്തുന്നത് പോലെ എന്ന് പറയുമ്പോൾ അവിടെ ഭേദമുണ്ട്. പക്ഷേ ലോകത്തിൽ ഒരു ദൃഷ്ടാന്തവും പൂർണ്ണമായിരിക്കില്ല. പൂർണ്ണമായൊരു ദൃഷ്ടാന്തം പറയാൻ ആർക്കും സാധ്യമല്ല. അപ്പം ദൃഷ്ടാന്തത്തിന് ഏകദേശ ബോധകത്വമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഒരു മാലയായി ഇരിക്കുന്നത് നൂലുകൊണ്ടാണ്. എന്ത് മാലയായാലും മാലയായിരിക്കുന്നത് നൂലുകൊണ്ടാണ്. നൂലാണ് അതിൻ്റെ അന്തർധാര. ആ അർത്ഥം മാത്രമേ ഇവിടെ എടുക്കണ്ടൂ, അതിൽ കവിഞ്ഞെടുക്കണ്ട. അതിൽ കവിഞ്ഞെടുത്താൽ തെറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ചും കൂടി നല്ലൊരു ദൃഷ്ടാന്തം പറയണമെന്ന് പറഞ്ഞാൽ, സ്വർണ്ണത്താൽ സ്വർണ്ണമാല, സ്വർണ്ണാഭരണം ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ എളുപ്പമായി. എന്താ അങ്ങനെ പറയാഞ്ഞേ? ഭഗവാൻ അപ്പോൾ തോന്നിയത് അങ്ങനെയാണ്, അതുകൊണ്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എപ്പോഴും ഒരുപോലെയൊക്കെ തോന്നുമോ? അല്ലേ? അപ്പോൾ തോന്നുന്നത് പറയുക എന്നുള്ളതല്ലേ. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മാല എന്ന അസ്തിത്വത്തെ നേടുന്നത് നൂലിനാലാണ്. അതുപോലെ ഈ ജഗത്ത് മുഴുവൻ അസ്തിത്വത്തെ നേടുന്നത് ഉണ്മയാലാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇറക്കേടില്ല. മത്തഃ പരമേശ്വരാത് പരതരം അന്യത് കാരണാന്തരം കിഞ്ചിത് ന അസ്തി ന വിദ്യത്തെ അഹമേവ ജഗത് കാരണം ഇത്യർത്ഥഃ. ഹേ ധനഞ്ജയ, യസ്മാത് ഏവം തസ്മാത് മയി പരമേശ്വരേ സർവാണി ഭൂതാനി സർവം ഇദം ജഗത് ച പ്രോതം അനുസ്യൂതം അനുഗതം അനുവിദ്ധം ഗ്രഥിതം ഇത്യർത്ഥഃ.
ദീർഘതന്തുഷു പടവത് സൂത്രേച്ഛ മണിഗണ ഇവ. മത്തഃ പരമേശ്വരാത് പരതരം അന്യത് കാരണാന്തരം കിഞ്ചിത് ന അസ്തി ന വിദ്യതേ അഹമേവ ജഗത് കാരണം ഇത്യർത്ഥഃ. ഹേ ധനഞ്ജയ, യസ്മാത് ഏവം തസ്മാത് മയി പരമേശ്വരേ സർവാണി ഭൂതാനി സർവമിദം ജഗത് പ്രോതം അനുസ്യൂതം അനുഗതം അനുവിദ്ധം ഗ്രഥിതം ഇത്യർത്ഥഃ. ദീർഘതന്തുഷു പടവത് സൂത്രേച്ച മണിഗണ ഇവ. ഇവിടെ ഈ സൂത്രത്തിൻ്റെ ഭാഷ്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ വളരെ സമർത്ഥമായിട്ട് ഒരു സമ്പ്രദായം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വേദാന്തമൊന്നും അല്ല പറയണത്, വേദാന്തവും ശാസ്ത്രമൊന്നും അല്ല പറയണത്, ഒരു സമ്പ്രദായം. കാരണം സൂത്രേ മണിഗണ ഇവ എന്നാണ് മൂലം ഗീത പറയണത്. ആ ദൃഷ്ടാന്തത്തിനൊരു ന്യൂനത ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞതിലൊരു കുഴപ്പമുണ്ട്, വ്യാസന എഴുതിയതിലൊരു കുഴപ്പമുണ്ട് എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യക്ഷമായി പറഞ്ഞതിന് തുല്യമായി. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അങ്ങനെ തെറ്റാന്ന് പറയുന്നത് ഒരു സുഖം ഉണ്ടോ? ഇല്ല. എന്നാൽ അംഗീകരിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ ഒരു സമ്പ്രദായം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. സൂത്രേ മണിഗണ ഇവ എന്നുള്ളതിൻ്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് ശുദ്ധമായൊരു ദൃഷ്ടാന്തം പറഞ്ഞു തന്നു. ദീർഘതന്തുഷു പടവത്, അത് മൂലത്ത് പറയാത്തതാണ്. ദീർഘതന്തുക്കളിൽ പടം പോലെ, വസ്ത്രം പോലെ, അത് ശരിയായ ദൃഷ്ടാന്ത. എന്നിട്ട് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സൂത്രേച്ച മണിഗണ ഇവ, സൂത്രത്തിൽ മണിഗണങ്ങൾ എന്ന പോലെ. അപ്പോൾ സാധകൻ്റെ ജിജ്ഞാസുവിൻ്റെ മനസ്സിൽ ആദ്യം പറഞ്ഞതാണല്ലോ ഉറക്കുക. ആദ്യം പറഞ്ഞത് ഉറച്ചിട്ട് മറ്റേ തെറ്റ് കേട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്തൊരു സാമർഥ്യം നോക്കൂ, വ്യവഹാര സാമർഥ്യം. അതാണ് സമ്പ്രദായം. കാരണം ഗുരുനാഥൻ പറഞ്ഞത് അത്ര ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നതിന് പകരം ആദ്യം ശരിയായത് പറഞ്ഞിട്ട് പിന്നെ ഗുരുനാഥൻ പറഞ്ഞു. ഇതൊക്കെ വ്യവഹാരത്തിൽ നമ്മൾ ശീലിച്ചാൽ നമ്മുടെ ഭാഗത്ത് ഒരിക്കലും ഒരു സമ്പ്രദായ ദോഷം വരില്ല. അല്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ പ്രശ്നം ആവുന്നതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ മത്ത പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഹേ ധനഞ്ജയ, അല്ലയോ ധനഞ്ജയ, ധനഞ്ജയ എന്ന് അർജുനന് പേരുണ്ടോയെന്ന് അറിയില്ല. പിന്നീട് വന്ന പേര്. അർജുനന് ഇട്ട പേരുകളുടെ കൂട്ടത്തിൽ ധനഞ്ജയ എന്ന് ഇട്ടിട്ടും തോന്നില്ല. ധനഞ്ജയ എന്ന അർജുനന് പേര് വരുന്നത് മഹാഭാരത യുദ്ധത്തിന് ശേഷമാണ്. അശ്വമേധത്തോടനുബന്ധിച്ചാണ് ധനഞ്ജയ എന്ന് പേര് വരുന്നത്. അപ്പോൾ അത് വ്യാസനാണ് പറയണത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇത് ഭഗവാൻ ധനഞ്ജയ എന്ന് വിളിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല.
വ്യാസനാണ് എഴുതുന്നത് ധനഞ്ജയ. കാരണം ധനഞ്ജയനാമം വരുന്നത് മഹാഭാരത യുദ്ധവും കഴിഞ്ഞ് അശ്വമേധയാഗം നടക്കുമ്പോൾ ധാരാളം പണം സമ്പാദിച്ച് കൊണ്ടുവന്നുകൊണ്ടാണ്. അതാണ്. അതുപോലെ നമുക്കും ധാരാളം ധനഞ്ജയന്മാർ വേണപ്പോൾ. ഇപ്പോൾ അങ്ങനത്തെ ഒരു സമയമാണ് ആശ്രമത്തിന്. അതിരിക്കട്ടെ, നേരം പോക്ക് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് ഞാൻ അമ്മമാരോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് അധികം വരണ്ട എന്ന്. അത് കണക്കാക്കിയിട്ടാണ് ചില അമ്മമാരൊക്കെ ഇവിടെ വരണതും. ഇത് അതെ അതെ അതെ. അപ്പോൾ ശരി, ഹേ ധനഞ്ജയ, ധാരാളം പണം സമ്പാദിക്കുന്നവനെ, സമ്പാദിക്കാൻ കഴിവുള്ളവനെ, നീ എന്ത് പണം സമ്പാദിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ശരിയായ ധനമുണ്ടെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ. അത് വേണമെങ്കിൽ മര്യാദയ്ക്ക് കേട്ടോ. അതാണ് ഹേ ധനഞ്ജയ. ഈ ധനം ജ്ഞാനധനം മാത്രമേ ധനമുള്ളൂ, മറ്റൊന്നുമില്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളൂ എന്നർത്ഥം. മത്തഃ പരതരം അന്യത് കിഞ്ചിദപി ന അസ്തി. എന്നിൽ നിന്ന് ഭിന്നമായിട്ട് അഥവാ എനിക്ക് ഉപരിയായിട്ട് ഒന്നുമില്ല. ഇതാണ് ജ്ഞാനം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത് മാത്രമാണ് ഗീതയുടെ സാരം. ബാക്കിയെല്ലാം വിശദീകരണം. സർവം ബ്രഹ്മ, സർവം ഖലു ഇദം ബ്രഹ്മ. തദ്ഭിന്നമായിട്ടൊന്നില്ല, പരമായിട്ടില്ല. അതാണ് ഈ ചില ആൾക്കാർ വിചാരിച്ചു വെച്ചത്, ഈ പ്രത്യേകിച്ച് ഉപദേശങ്ങളും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ഈ പരദൂഷണം ചെയ്യുന്നിടത്തൊന്നും ഇരിക്കാൻ പാടില്ല, പരദൂഷണം ചെയ്യുന്നിടത്ത് പോകണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ മിനിയാന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. മിനിയാന്ന് നമ്മളൊരാളോട് വർത്തമാനം പറയാം. അപ്പോൾ കുറച്ച് പേര് വേറെ വന്നു. അവരവിടെ നിന്നോട്ടെ, പോയാൽ പോയിക്കോട്ടെ എന്നാണ് നമ്മുടെ നിലപാട്. കാരണം നിന്നാലും കുഴപ്പമില്ല, കാരണം അവർ കേൾക്കാൻ പറ്റാത്ത രഹസ്യമൊന്നും അല്ല പറയാൻ പോണത്. രഹസ്യമാണെങ്കിൽ അവരോട് നല്ല പോകാൻ പറയുമല്ലോ. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിനി കുറച്ചൊരു പരദൂഷണമാവാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ മൂന്നും പോയിന്നേ. അപ്പോൾ അവരുടെ ഗുരുനാഥൻ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പരദൂഷണം കേൾക്കാൻ പാടില്ല, എവിടെയാണോ പരദൂഷണം നടക്കുന്നത് അവിടുന്ന് വിട്ടു പോകണമെന്ന്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് പരദൂഷണമാണ്, ഇല്ലേ? അതെ, പരം അന്യം, എന്നിൽ നിന്ന് അന്യമായിട്ടൊന്നില്ല എന്ന് ദുഷിച്ച് അതിനെ മനസ്സിലാക്കണം. ആത്മഭിന്നമായിട്ട് സത്യഭിന്നമായിട്ടൊന്നില്ല. അതാണ് ഏറ്റവും വലിയ പരദൂഷണം. പരമായതിനെ ദുഷിക്കുക. എന്താ പരം? നിഷേധിച്ചു. ന പരം അഹമേവ സത്യം, ഞാൻ മാത്രം സത്യം, ഏക സത്യം, ബ്രഹ്മ മാത്രം സത്യം. ഇനി മായ ഉണ്ടോ? ദുഷിച്ച് പുറത്താക്കണം. അവിദ്യ ഉണ്ടോ? ദുഷിച്ച് പുറത്താക്കണം. എങ്ങനെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട്. അതാണ് പരദൂഷണം. ഇത് അവർക്ക് മനസ്സിലാവണ്ടേ? അവർ വേഗം പോയി. അവർ ചിലപ്പോൾ പോയിട്ട് എവിടെയോ പോയി പറഞ്ഞിട്ടുണ്ടാവും, സ്വാമി അവിടെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നിട്ട് പരിപാടി പരദൂഷണമാണ്. അത് അവിടെ ഒരു താടിക്കാരൻ ഇരിക്കുന്നുണ്ട്, അയാളുമായിട്ട് പരദൂഷണം ചെയ്യാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളെ ശശിയായിരുന്നു. ശശി വലിയ താടിയുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പല വർത്തമാനം പറഞ്ഞ് വളരെ സൂക്ഷ്മമായ ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. അവർക്കത് കേൾക്കാമായിരുന്നു അവിടെ ഇരുന്നിരുന്നെങ്കിൽ. പക്ഷേ പരദൂഷണം പാടില്ല എന്നുള്ളതുകൊണ്ട് അവർ വേഗം സ്ഥലം വിട്ടു. അവർ പോയത് നന്നായി എന്ന് തോന്നുകയും ചെയ്തു. ഇരിക്കട്ടെ, അല്ലാണ്ടെന്താ, ഇരിക്കട്ടെ. അപ്പോൾ പറഞ്ഞ വിഷയം ഇതാണ് പരമമായ അറിവ്. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി. ഇതറിഞ്ഞാൽ നീ ധനഞ്ജയനാവും. അതല്ലേ ധനഞ്ജയാന്ന് വിളിച്ചത്. മറ്റിവിടെ ഇല്ലാത്ത പേരെന്തിനാ വിളിക്കണത്? അർജുനൻ അപ്പോൾ ധനഞ്ജയനായിട്ടില്ല.
ധനഞ്ജയൻ അർജുനനാവുന്നതിൻ്റെ കൊല്ലങ്ങൾക്ക് മുമ്പാണിത്. ഇതറിഞ്ഞാൽ നീ ധനഞ്ജയനായി. ഇതറിയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ഇവിടെ ഒരു ദ്വൈതപരമായ ഒരു പരികൽപ്പന പറയാം. ഇവിടെ മത്തഹ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്, അതായത് ശ്രീകൃഷ്ണനിൽ നിന്ന് പരമായിട്ട് ആരുമില്ല. ശ്രീകൃഷ്ണനാണ് പരമദൈവം എന്നാണ് പറയണത്. നിങ്ങളുടെ വിഷ്ണുവും ശിവനും ബ്രഹ്മാവും ദേവിയും ഒക്കെ കൃഷ്ണൻ്റെ താഴെയാണ്. കൃഷ്ണനാണ് പരം. എന്നാ കൃഷ്ണാത് പരഹ അല്ലേ? കൃഷ്ണാത് പരം കിമപി തത്വം അഹം ന ജാനാമി ന ജാനേ. കൃഷ്ണനിൽ കവിഞ്ഞ് ഒന്നുമില്ല. കൃഷ്ണനാണെല്ലാം. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. വിഷ്ണുവൊക്കെ താഴെയാണ്. വിഷ്ണു വൈകുണ്ഠത്തിലാണ്. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഗോലോകത്തിലുള്ള കൃഷ്ണൻ. ഈ രീതിയിൽ വ്യാഖ്യാനം വരാം. അപ്പോൾ നമ്മൾ അവിടുത്തെ യുക്തിപൂർവമായ ചോദ്യം, എന്നിൽ നിന്നുപരി എന്നിൽ നിന്ന് ഭിന്നമായി രണ്ടർത്ഥമാണ് പരം എന്നുള്ളതിന് കൊടുക്കേണ്ടത്. മറ്റൊന്നില്ല എന്ന് പറഞ്ഞാൽ നീ അതിൽ നിന്ന് ഭിന്നമാണോ? ഞാൻ അതിൽ നിന്ന് ഭിന്നമാണോ? പുഴു അതിൽ നിന്ന് ഭിന്നമാണോ? കൃമി അതിൽ നിന്ന് ഭിന്നമാണോ? അല്ല. അപ്പോൾ ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ല, സദ്ഭിന്നമായിട്ടൊന്നുമില്ല. സർവം ഖലു ഇദം ബ്രഹ്മ, സർവം ഹേതത് ബ്രഹ്മ എന്ന വേദവാക്യമാണ് വാസ്തവത്തിൽ മത്തഃ പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ഈ അറിവ് മാത്രമാണ് നിന്നെ ധനഞ്ജയനാക്കുന്നത്. നല്ലോണം അനുസന്ധാനം ചെയ്യാം. എന്നിട്ട് പറയുകയാണ്, എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ലല്ലോ. ഇത്രയ്ക്കാണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു ചുരുക്കം. അപ്പോൾ പറയുകയാണ്, മയി സർവമിതം പ്രോതം, മയി സർവമിതം പ്രോതം. ഇതം സർവം, ഇതെല്ലാം. യദൃശ്യതേ യശ്രൂയതേ, എന്ത് കാണുന്നുണ്ടോ, എന്ത് കേൾക്കുന്നുണ്ടോ, എന്ത് മണക്കുന്നുണ്ടോ, എന്ത് രുചിക്കുന്നുണ്ടോ, എന്ത് സ്പർശിക്കുന്നുണ്ടോ, എന്ത് ചിന്തിക്കപ്പെടുന്നുണ്ടോ, എന്ത് ശാസ്ത്രത്താൽ പഠിക്കപ്പെടുന്നുണ്ടോ, അതെല്ലാം മയി പ്രോതം, എന്നിൽ കോർക്കപ്പെട്ടതാണ്. എന്നിൽ കോർക്കപ്പെട്ടതാണ്. പ്രോതം, കോർക്കപ്പെട്ടത്. ഓതപ്രോതം എന്ന് നമ്മൾ സംസ്കൃത പദമാണെങ്കിലും മലയാളത്തിൽ ധാരാളം ഉപയോഗിക്കാറുണ്ട്. ഊടുംപാവും, ഊടുംപാവും എന്നുള്ള അർത്ഥത്തിൽ ഓതപ്രോതമായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മയി സർവമിതം പ്രോതം, ഇതം സർവം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതൊക്കെ സൂക്ഷ്മചിന്തയിൽ മാത്രം വരേണ്ട വിഷയങ്ങളാണ്. ഇതം എന്ന് സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ ഇത് എന്നർത്ഥം. മലയാളത്തിൽ ഇത്, ഇതിൽ നിന്ന് ഇതുണ്ടായോ, ഇതത്തിൽ നിന്ന് ഇതുണ്ടായോ എന്നുള്ളത് ഭാഷാവിദ്വാൻമാർ ചർച്ച ചെയ്യട്ടെ, അത് നമ്മളെ ചർച്ചയല്ല. ഇല്ലേ? രണ്ടും സമാനമല്ലേ? ഇതം, ഇത്, ഒരു കൂടിയാൽ ഇതമായി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ സാമാന്യ ഭാഷയിൽ, സംസ്കൃത ഭാഷയിൽ ഇതം എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഇത് എന്ന് പറയുക സമീപസ്ഥമായതിനെ കൊണ്ടാണ്, ദൂരസ്ഥമായതിനെ കൊണ്ടാണ് അത് എന്ന് പറയുക. അദസ്, അദഹ, അദഹ എന്നുള്ളതിൽ നിന്നായിരിക്കും അതുണ്ടായിട്ടുണ്ടാവുക, അല്ലേ? വളരെ സാമ്യമില്ല. അദ, അത്, തകാരത്തിന് ദകാര, എത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതും, ഇത്, ഇതാ, കഴിഞ്ഞു. തകാരത്തിന് ദകാരായി. അത് മലയാളത്തിൽ നിന്ന് സംസ്കൃതം വന്നു എന്ന് വിചാരിക്കണവർ അങ്ങനെ വിചാരിച്ചോട്ടെ, ഇല്ലേ? സംസ്കൃതത്തിൽ നിന്ന് മലയാളം വന്നു എന്ന് വിചാരിക്കണവർ അങ്ങനെ വിചാരിച്ചോട്ടെ, നമുക്കതിൽ തർക്കമില്ല. പക്ഷെ സാമ്യം മനസ്സിലാക്കുക. അപ്പോൾ സമീപസ്ഥമായതിനെ ഇതമെന്നും വിദൂരസ്ഥമായതിനെ അദഹ എന്നുമാണ് പറയുക.
സമീപസ്ഥം എങ്ങനെയൊക്കെ ആവാം? ദേശം കൊണ്ടാവാം, കാലം കൊണ്ടാവാം, രണ്ട് രീതിയിലാണ്. അതുപോലെ വിദൂരസ്ഥവും ദേശം കൊണ്ടും കാലം കൊണ്ടും ആവാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സാമാന്യമായി പറഞ്ഞാൽ ഇതം ശബ്ദത്തിൻ്റെ അർത്ഥം സമീപസ്ഥമായത്, ഒന്നും കൂടി വ്യാപിപ്പിച്ചാൽ ഇന്ദ്രിയ പ്രത്യക്ഷമായത് എന്നൊക്കെയാണ്. ഇതാണ് സാമാന്യം. എന്നാൽ വേദാന്ത ശാസ്ത്രത്തിൽ ഇതം എന്നുള്ളതിന് കുറേയും കൂടി വ്യാപകമായ അർത്ഥമുണ്ട്. വളരെ വ്യാപകമായ അർത്ഥം. കാരണം ഇതം സർവം യദയമാത്മാ, ഇതെല്ലാം ആത്മാവാണ്. സർവം ഖലു ഇതം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണെന്നൊക്കെ പറയുന്നിടത്ത് ഇതം എന്നുള്ള ശബ്ദത്തിന് ഇന്ദ്രിയ പ്രത്യക്ഷമായ ഇത് എന്ന അർത്ഥം എടുത്താൽ പോരാ. അപ്പം അവിടെ ഇതം എന്നുള്ളതിന് വളരെ വ്യാപകമായ അർത്ഥമാണ്. ഏകാദശേന്ദ്രിയൈർയുക്ത്യ ശാസ്ത്രേണാപ്യവഗമ്യതേ യാവത് കിഞ്ചിത് ഭവേദേതദ് ഇദം ശബ്ദോദിതം ജഗത്. ഏകാദശേന്ദ്രിയൈഹി, 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടും, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ഇന്ദ്രിയങ്ങളുടെ അധ്യക്ഷനായ മനസ്സ്, അപ്പോൾ മനസ്സ് ഇന്ദ്രിയാണോ എന്ന് ചോദിച്ചാൽ ഇന്ദ്രിയല്ല. പക്ഷേ ഇന്ദ്രിയങ്ങളുടെ അധ്യക്ഷനായതുകൊണ്ട് ഇല്ലേ, 11 പേര് ഒരു കമ്മിറ്റിയിലുണ്ട്. 10 പേര് ഒരു തീരുമാനം എടുത്താൽ അധ്യക്ഷനും അതിന് നിങ്ങളൊക്കെ അഭിപ്രായം തന്നെ നിൽക്കും. അതായിരിക്കില്ല, അയാൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. അതുപോലെയാണ്. അതുകൊണ്ട് 5 5 10 എന്ന കൂട്ടത്തിൽ മനസ്സിനെയും മനോനാമ ഏകാദശേന്ദ്രിയ എന്ന് പറയും. 11ാമത്തെ ഇന്ദ്രിയാണ് മനസ്സ്. അങ്ങനെ 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഏകാദശേന്ദ്രിയൈഹി, പിന്നെ യുക്തിയാ, യുക്തി കൊണ്ട് 11 ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതിനെ നമ്മൾ യുക്തിപൂർവം വിചാരം ചെയ്യും. യുക്തിവാദം, യുക്തിവിചാരം ഒക്കെ ഉണ്ട്. യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റാത്തതോ? യുക്തി കൊണ്ട് ഇപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇനി യുക്തി കൊണ്ട് മനസ്സിലാക്കണൊക്കെ അപ്പോൾ ശരിയാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, യുക്തി ആപേക്ഷികമാണ്, വളരെ ആപേക്ഷികമാണ്. വളരെ ആപേക്ഷികം, വളരെ ആപേക്ഷികം. മിനിയാന്നല്ല, കഴിഞ്ഞ ആഴ്ച ഒരു നേരം പോക്കുണ്ടായി. ഈ നേരം പോക്ക് പറഞ്ഞാൽ ഗീത പോല. കഴിഞ്ഞ ആഴ്ച ഉണ്ടായതാണ്. ഇവിടെ ശരീരത്തിന് കുറച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതില്ലാത്ത പല കഥകളും നാട്ടിൽ പ്രചരിക്കണമുണ്ട്. അതതിനേക്കാൾ നല്ലതാണ്, അത് ഗുണമാണ്. അപ്പോൾ ദിവസവും പ്രഷർ നോക്കണം, ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇവിടെ അതിനൊരു മെഷീൻ മേടിച്ചു. ഇത് എന്താ പറയുക, ഈ ഇലക്ട്രോണിക് പുതിയ സംവിധാനത്തിൽ. അപ്പോൾ നമുക്കൊക്കെ കുറേ ബുദ്ധിയുണ്ട്, വിവരമുണ്ട് എന്നാണ് സ്വയം വിചാരിക്കുന്നത്. അതിൽ അത്യാവശ്യം ബുദ്ധി കൂടിയ ആളാണ് ഞാൻ എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ കുറേ വിഡ്ഢിത്തങ്ങളുണ്ട് ഇതിനും. അപ്പോൾ അതുപോലൊരു വിഡ്ഢിത്തം തോന്നി, ഈ ഇലക്ട്രോണിക് സാധനം അത്ര വിശ്വാസയോഗ്യമാണോ? കാരണം നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് കാണുന്ന എന്താ, ഇതിങ്ങനെ ഡോക്ടർമാർ പിടിച്ച് ഞെക്കുക,
അവർ വിരലിങ്ങനെ ഞെക്കി പിടിക്കുക, ചെവിയിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് ഈ സമാന സ്ഥലത്ത് വെക്കുക. അപ്പോൾ ഈ ഞെക്കി സാധനം അതാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഈ ഹാളിലിരിക്കുന്ന ഒരാളുണ്ട്, അയാൾ ആരാന്ന് അയാൾക്കും അറിയാം, എനിക്കും അറിയാം. അയാളിതിൽ എന്നേക്കാൾ കേമനാണെന്ന് അയാളെ വിചാരം. കാരണം അയാൾ ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സ്വാമി അത് എന്തായാലും ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഒരു 10 ± 10 എന്തായാലും തെറ്റുണ്ടാവും, അത്ര കറക്റ്റൊന്നും ആവില്ല. അപ്പോൾ എൻ്റെ അറിവ് ഒന്നും കൂടി കൂടിയല്ലോ, എൻ്റെ ധാരണ അതാണ്. അപ്പം ഞാൻ ഉറപ്പിച്ച് വെച്ചതായ അറിവ് അയാളും സമർത്ഥിച്ചപ്പോൾ ഉറച്ചു. അപ്പോൾ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു, അല്ല ഇത് മതിയോ, അല്ല മറ്റേ യന്ത്രം വെച്ച് നോക്കണ്ടേ? എൻ്റെ സ്വാമി അതൊക്കെ പണ്ട് കാലത്ത്, ഇപ്പം ഇത് മതി, ഇതാണ് കൂടുതൽ നല്ലത്, മറ്റതിനേക്കാൾ നല്ലത് ഇതാണ്. ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പഴയ യന്ത്രം മിക്കവാറും ഡോക്ടർമാർ 5ഉം 10ഉം കൊല്ലം മുമ്പ് വാങ്ങി വെച്ചിട്ടുണ്ടാവും. ചെറിയൊരു ദ്വാരത്തിലൂടെ കാറ്റ് ഈ പൈപ്പിൽ നിന്ന് പുറത്തേക്ക് പോയാൽ പ്രഷർ വേരിയേഷൻ വരും. മിക്കവാറും ഡോക്ടർമാർക്ക്, ഞാനടക്കം മിക്ക ഡോക്ടർമാരും കുറച്ച് കേൾവിക്കൊക്കെ കുറവുള്ളവരാവും. അപ്പോൾ അവർ സ്റ്റെതസ്കോപ്പിലൂടെ കേൾക്കുന്നത് കുറച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ അവർ പൾസ് പിടിക്കുന്നതും ചെവി കേൾക്കുന്നതും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടാണ് നിർണയിക്കുന്നത്. മനസ്സിലായില്ല? അത് തെറ്റാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് അതിനേക്കാൾ ഇതിനെ ആശ്രയിക്കാം. മറ്റതൊക്കെ പണ്ട് കാലത്ത്, തുടങ്ങുന്ന കാലത്ത് വളരെ മോശമായിരുന്നു, ഒരു ±20 വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. ഇപ്പം നല്ലത് ഇതാണ്, നല്ല ബ്രാൻഡ് വാങ്ങണമെന്നേ ഉള്ളൂ. മറ്റതിന് എന്തൊക്കെ സ്വാമി എന്ന് ആലോചിച്ച് നോക്കൂ. ഈ പൈപ്പ് ദ്വാരം വരാം, 2 അയാളുടെ യന്ത്രം പഴകാം. ഇത് പൈപ്പ് ഒന്നും അല്ലെങ്കിലും ഈ രസം പോകുന്ന ബെൻഡിൽ എന്തെങ്കിലും ചെറിയ ഒരു വ്യത്യാസം വീണിട്ടോ കാലം കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും സംഭവിക്കാം. 3 ഇയാളുടെ കേൾവി ശക്തി. 4 ആ സമയത്ത് ഇയാൾ ആലോചിക്കണത് വൈകുന്നേരം പോകേണ്ടതോ ഭാര്യയായിട്ട് ലഹള കൂടേണ്ടതോ എന്തെങ്കിലും ചില ചിന്തകൾ ഇയാളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ കൗണ്ട് ചെയ്യാൻ ഇയാൾ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ 80 പൾസുള്ള ആൾക്ക് 70 അയാൾ എഴുതും. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യനല്ലേ ഡോക്ടർ. ഇനി വരാൻ പോണ കാലത്ത് ഞങ്ങളെ പണി വളരെ കുറയും. ഇത് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുക്കും. അപ്പോൾ യുക്തി എത്ര കണ്ടുണ്ട് പറയൂ? ഞാൻ യുക്തി കൊണ്ടെല്ലാം മനസ്സിലാക്കുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ നമ്മൾ. ഇത്ര അബദ്ധമാണ് യുക്തി. ഏകാദശേന്ദ്രിയൈ യുക്തിയ. ഇത് രണ്ടുകൊണ്ടും മനസ്സിലാക്കാൻ പറ്റാത്തതിന് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കും? അവിടെ ഒറ്റ ആശ്രയമേ ഉള്ളൂ, ശാസ്ത്രം. ശാസ്ത്രം യുക്തി കൊണ്ടും മനസ്സിലാവാത്ത വിഷയത്തെ ശാസ്ത്രത്തിലൂടെയാണ് മനസ്സിലാക്കുക. കാരണം അപാരമായ അപരിമിതമായ ജ്ഞാനബലത്തിലേക്ക് ഉയർന്നവരുപദേശിച്ചതാണ് അത്. അതുകൊണ്ട് അതിനെ ആശ്രയിക്കാം, സംശയിക്കാതെ ആശ്രയിക്കാം. അപ്പോൾ ശാസ്ത്രത്തിൽ തെറ്റ് വന്നൂടെ? തീർച്ചയായിട്ടും. അത് ആചാര്യന്മാരെന്നെ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രത്തിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്, ശാസ്ത്രത്തിൽ വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്, ശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥാകാരത്തിൽ തെറ്റുകൾ വരും. പക്ഷേ അത് നിർണ്ണയിക്കാനുള്ള മാർഗങ്ങളും ആചാര്യന്മാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ശാസ്ത്രത്തിൽ. വിദ്വൽ ചർച്ചകളിലൂടെ, നിരൂപണങ്ങളിലൂടെ, ശ്രവണ മനന നിധിധ്യാസാദികളിലൂടെ ശാസ്ത്രസാരം ഗ്രഹിച്ചാൽ തെറ്റ് വരില്ല. അപ്പോൾ ഏകാദശേന്ദ്രിയൈ യുക്തിയ ശാസ്ത്രേണ അപി അവഗമ്യതേ, അറിയപ്പെടുന്നുവോ, യാവത് കിഞ്ചിത് ഭവേത്, അത് എന്തോ ആട്ടെ, എന്തിനെ നമ്മൾ അറിയുന്നുണ്ടോ അതൊക്കെ ഇതം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഇതം എന്നുള്ള എത്ര വ്യാപിച്ചു? ആദ്യം നമ്മൾ വിചാരിച്ചത് ഭാഷയിൽ ഇതം എന്നുള്ളത് സമീപസ്ഥമായ പ്രത്യക്ഷമായതിനെ സംബന്ധിച്ചാണ്. അപ്പം അതൊക്കെ പോയി. ഇന്ദ്രിയങ്ങളെ കൊണ്ടും യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും അറിയാവുന്ന സകലവും
ഇതം എന്നുള്ളതിൽ ഉൾപ്പെടും. ഇനി വരൂ, തിരിച്ചു വരൂ. ഇതം സർവം മയി പ്രോതം. ഞാനാകുന്ന ഉണ്മയിൽ, ഞാനാകുന്ന അസ്തിത്വത്തിൽ, ഞാനാകുന്ന സത്തയിൽ എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ഉണ്ട് എന്നാണ് നമ്മളൊക്കെ പറയണത്. അതിൽ സംശയം ആർക്കും ഇല്ല. എന്തോ അത് സംശയമുള്ളവരും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടാവില്ല. എല്ലാവർക്കും ഞാൻ എങ്ങനെയുണ്ട് അത് വേറെ കാര്യം. അത് പല കാഴ്ചപ്പാടും ഉണ്ടാവാം. ഞാൻ കൃമിയായിട്ടുണ്ട്, അല്ലെങ്കിൽ പുഴുവായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ഞാനുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഒരു പുൽക്കൊടിക്കും ഞാനുണ്ട് എന്നുള്ളതില്ലേ? ഉണ്ടോ ഇല്ലയോ? ചിലപ്പോൾ അതിന് കാണിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അഥവാ അത് കാണിക്കുന്നതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടാവില്ല. അങ്ങനെയാവാലോ? അങ്ങനെ ആയിക്കൂടാ? എന്താ അഭിപ്രായം? അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഞാനുണ്ട് എന്നുള്ള ബോധം പുൽക്കൊടിക്കുണ്ട്. ഒന്നുകിൽ അതിനെ കാണിക്കാനുള്ള കഴിവുണ്ടാവില്ല, അല്ലെങ്കിൽ അത് കാണിക്കുന്നതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിവുണ്ടാവില്ല. ഇതാ സത്യം. ഈ ഉണ്ടെന്നുള്ള ഉണ്മ, കൃമിയുണ്ട്, കീടമുണ്ട്, ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, ശിവനുണ്ട്, ദേവിയുണ്ട്, എന്തുണ്ടെന്നുണ്ടോ ചെകുത്താനുണ്ട്, ഇല്ലേ, സാത്താനുണ്ട്. ഉണ്ട് എന്നുള്ളത് ഉണ്മ. ആ ഉണ്മയിൽ കോർക്കപ്പെട്ടിരിക്കുകയാണല്ല. തദ്ഭിന്നായിട്ടൊന്നില്ല. ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി നോക്കൂ. അപ്പോൾ സദ്ഭിന്നായിട്ടൊന്നില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ മത്തഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി എന്നുള്ളത് പരമോപദേശം. അതൊന്നും കൂടി ലളിതമായി, അത്രകാലം മനസ്സിലാക്കാൻ വയ്യാച്ചാൽ ഒന്നും കൂടി ലളിതമായി പറഞ്ഞു കൊടുത്തു. മയി സർവമിതം പ്രോതം. മനസ്സിലാവണില്ലല്ലോ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ദൃഷ്ടാന്തം പറഞ്ഞുതരാം. മന്ദന്മാർക്ക് വേണ്ടിയിട്ട് ദൃഷ്ടാന്തം പറഞ്ഞു. സൂത്രേ മണിഗണായിവ. അവിടെ ഭഗവാൻ അതിമന്ദന്മാരായി കൂട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞ ദൃഷ്ടാന്തം തന്നെ കുറച്ച് മോശമായത്. ഇല്ലേ? ആ ദോഷം തീർക്കാൻ ഭാഷ്യകാരൻ മാറ്റി പറയുകയും ചെയ്തു. സൂത്രേ മണിഗണായിവ. നൂലിൽ മുത്തുകളുടെ സമൂഹം പോലെ. മുത്തുകളുടെ സമൂഹം ഒരിക്കലും മാലയല്ല. പക്ഷെ അതിനെ കോർക്കണത് നൂലാണ്, സൂത്രം. സൂത്രമാണ് പ്രധാനം. അപ്പോൾ മത്തഃ പരമേശ്വരാത് പരതരം അന്യത് കാരണാന്തരം കിഞ്ചിത് ന അസ്തി ന വിദ്യതേ. വ്യക്തമാണല്ലോ അല്ലേ? അഹമേവ ജഗത് കാരണം. ഞാനാണ് ജഗത് കാരണം, ജഗത് അധിഷ്ഠാനം, ജഗത് നിധനം എല്ലാം ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ലടോ, ഒന്നുമില്ല. അതാണ്. കൃഷ്ണ എനിക്കറിയില്ലേ നിന്നിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല എന്ന്. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നിന്നിൽ നിന്ന് ഭിന്നാണല്ലോ. ശരിയല്ലേ? അത് ഭക്തൻ അത് പറയേണ്ടതല്ല. അത് ഭക്തൻ അങ്ങനെയാ പറയുക. അത് ശരിയല്ല. ഒന്നുമില്ല, ഉണ്മയിൽ നിന്ന് ഭിന്നമായിട്ടൊന്നുമില്ല. നീയുമില്ല, ഞാനുമില്ല. നീ ആരാന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഞാൻ. വേറൊരാളോട് ചോദിച്ചാലോ? ഞാൻ. അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. എല്ലാത്തിനെയും മറുപടി വന്നാ. ഞാൻ ആരാന്നുള്ള ചിന്തനത്തിനും നീ ആരാണെന്നുള്ള ചോദ്യത്തിനും ഉത്തരം ഒന്ന് തന്നെയാണ്. ഞാൻ തന്നെ, ഞാനുണ്ട്. മത്തപരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു സുഖ വേദാന്തം പഠിക്കാൻ ആലോചിച്ച് നോക്കൂ. ഹേ ധനഞ്ജയ. അതവിടെ സംബോധന വളരെ പ്രധാനമാണേ. ഇത് അറിഞ്ഞാലേ നീ ധനഞ്ജയനാവുള്ളൂ. ഈ അറിവാണ് ധനം. വേറെ കെട്ടിവെച്ചതൊന്നും ധനാവില്ല. അതുകൊണ്ട് കെട്ടിവെച്ചതൊക്കെ അങ്ങോട്ട് വന്നോളൂ.
വേറൊന്നും ആവില്ല. ഇത് മാത്രം, ഈ അറിവ് മാത്രമാണ് ധനം. ഹേ ധനഞ്ജയ, യസ്മാദേവം തസ്മാത്, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്. യസ്മാദേവം തസ്മാത്, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്. മയി പരമേശ്വരേ പരമാത്മനി പരബ്രഹ്മണി, ഞാനാകുന്ന പരമേശ്വരനിൽ, ഞാനാകുന്ന പരബ്രഹ്മത്തിൽ, ഞാനാകുന്ന ഉണ്മയിൽ, സർവാണി ഭൂതാനി ഇതം സർവം ജഗത്, സർവഭൂതങ്ങളും, ഈ ജഗത്ത് മുഴുവൻ, ജഗത്ത് എന്നുള്ളതിന് ജഗത്ത് എന്നർത്ഥം പരിമിതപ്പെടുത്തുമൊന്നും വേണ്ട. ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ, ഈ ബ്രഹ്മാണ്ടം മുഴുവൻ എന്തുണ്ടോ അതൊക്കെ, സ്ഥാവരജംഗമാത്മകാനി. അനുസ്യൂതം, കോർക്കപ്പെട്ടിരിക്കുകയാണ്. അനുസ്യൂതം വെച്ചാൽ കോർക്കപ്പെട്ടിരിക്കുകയാണ്. നൂല്, സൂചി ഉപയോഗിച്ച് നൂല് അങ്ങനെ, അതിനാണ് സ്യൂതം. സ്യൂതകർമ്മം എന്ന് പറഞ്ഞാൽ തുന്നുക എന്നുള്ളതാണ്. തയ്യൽക്കാർക്കാണ് സ്യൂതകാരഹ. അനുസ്യൂതം, കോർക്കപ്പെട്ടിരിക്കുകയാണ്. അനുഗതം, അനുഗതമാണ് എല്ലാത്തിലും. അത് ഞാനാകുന്ന ഉണ്മയിൽ എല്ലാം അനുഗതമാണ്. അനുവിദ്ധം, അനുവിദ്ധമാണ്, ചേർക്കപ്പെട്ടതാണ്. ഗ്രഥിതം, കോർക്കപ്പെട്ടതാണ്. എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അല്ലെങ്കിൽ ഒറ്റ വാക്കൊക്കെ പറഞ്ഞാൽ മതി, ഒരു വാക്കിന് അർത്ഥം പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അത് തൃപ്തിയാവണില്ല. ഈ പ്രോതം എന്നുള്ളതിന് അർത്ഥം പറഞ്ഞിട്ട് ഭാഷ്യകാരന് തൃപ്തിയാവണില്ല. അതുകൊണ്ട് പല വാക്കുകൾ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഗ്രഥിതം ഇത്യർത്ഥ. ഏതുപോലെ ദീർഘതന്തുഷു പടവത്, ദീർഘതന്തുക്കളിൽ വസ്ത്രം പോലെ. എത്ര നൂല് പൊട്ടാതെ നെയ്യാൻ കഴിയുന്ന ആളാണെങ്കിൽ 2 നൂല് കൊണ്ടാണ് ഒരു സാരി മുഴുവൻ അടിക്കണത്. ഒന്ന് ഊടും, ഒന്ന് പാവും. പൊട്ടിക്കഴിഞ്ഞാൽ ചേർക്കും, അത് വേറെ കാര്യം. പൊട്ടിക്കഴിഞ്ഞാൽ ചേർക്കും. പൊട്ടാതെ അടിക്കാൻ കഴിയുമെങ്കിൽ ഒരൊറ്റ നൂലാണ് ഊട്, ഒറ്റ നൂലാണ് പാവ്. അത് നിങ്ങൾ 1.5 മീറ്റർ മുണ്ടായാലും 2 മീറ്റർ മുണ്ടായാലും 6 മീറ്റർ സാരി ആയാലും അങ്ങനെ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ നൂല് നമ്മൾ സമർത്ഥമായിട്ട് വേർതിരിച്ച് കഴിഞ്ഞാൽ എന്തായി? വസ്ത്രമുണ്ടോ? ഇല്ല. ഒരു കൂട്ടം നൂലൂടെ, ഒരു കൂട്ടം നൂലവിടെ. ഇതാണ് വസ്ത്രം. വസ്ത്രത്തിൽ ആ നൂലിൽ നിന്ന് ഭിന്നമായിട്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ നൂല് വസ്ത്രമാണോ? അല്ല. നൂലല്ലാത്ത വല്ലതും വസ്ത്രത്തിലുണ്ടോ? അതും ഇല്ല. കഴിഞ്ഞു. ഇത്ര നല്ല ദൃഷ്ടാന്ത. ഇത് പക്ഷേ ഭഗവാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ശരിയായ ദൃഷ്ടാന്തമാണ്. അപ്പോൾ ശരിയായത് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞത് പറഞ്ഞു. സൂത്രേ മണിഗണൈവ. അത് അത്ര പോരാ ദൃഷ്ടാന്തം. അതുകൊണ്ടാണ് അത് തെറ്റാന്ന് പറയാതെ ആദ്യം ശരിയായത് പറഞ്ഞ് ശിഷ്യൻ്റെ ഉള്ളിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഗുരുനാഥൻ പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ ഗുരുനാഥനെ എതിർത്തില്ല. ഗുരുനാഥൻ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞില്ല. അതാണ് സമ്പ്രദായം. ശരി, വ്യക്തമാണല്ലോ അല്ലേ? നോക്കൂ. കേന കേന ധർമ്മേണ വിശിഷ്ടേ ത്വയി ഇദം സർവം പ്രോതം ഇതി. കേന കേന ധർമ്മേണ വിശിഷ്ടേ ത്വയി ഇദം സർവം പ്രോതം ഇതി ഉച്യതേ. ഏത് ധർമ്മത്തോടു കൂടിയ നിന്നിലാണ് ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത്? ചോദ്യം. എങ്ങനെയുള്ള നിന്നിലാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്? ഇത് വലിയ ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. ഞാനിവിടെ നല്ല കാലത്തിന് ചിത്രം വരയ്ക്കുന്നില്ല. ഇതിന് ചിത്രം വരച്ചു എന്ന് വിചാരിച്ചോളൂ. വരയ്ക്കാൻ കഴിവുണ്ടെന്ന് വിചാരിച്ചോളൂ. ചിത്രം വരയ്ക്കാൻ കഴിവില്ല, കഴിവുണ്ടെന്ന് വിചാരിച്ചോളൂ.
ഞാനൊരു കൃഷ്ണൻ്റെ ചിത്രം വരച്ചു എന്ന് വിചാരിച്ചോളൂ, മനോഹരമായ ചിത്രം. അതിൽ പീലിയില്ല. അംഗീകരിക്കുമോ നിങ്ങൾ? ഇല്ല, പോട്ടെ. ഞാനൊരു ചുമന്ന പാൻസാണ് ഇട്ടത് കൃഷ്ണന്, മഞ്ഞപ്പട്ടല്ല. കാലം മാറില്ല, ഇപ്പോൾ കേരളത്തിലാവുമ്പം ചുമന്നതാണ് നല്ലത്, പാൻസാണ് നല്ലത്. അംഗീകരിക്കുമോ നിങ്ങളാര് പറയുക? ഞാനത് ശ്രീകൃഷ്ണൻ, നിങ്ങൾക്ക് ചിദാനന്ദപുരി സ്വാമിയെ ഇഷ്ടമുണ്ട്, ചിദാനന്ദ സ്വാമി ഇഷ്ടമുള്ള ആളാണ് നിങ്ങൾ. ഇഷ്ടമുണ്ടെന്ന് മാത്രമല്ല, ചിദാനന്ദപുരി സ്വാമി പറഞ്ഞത് ഒരുവിധം സ്വീകരിക്കുന്ന ആളുമാണ്, അതുമാണ് ശ്രീകൃഷ്ണൻ. വേണിച്ചാൽ ഇത് വേറെ പല ശ്രീകൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വാസുദേവൻ എന്ന് എഴുതിയെന്ന് വിചാരിച്ചോളൂ. ചുമന്ന ഒരു പാൻസും ഷർട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് അംഗീകരിക്കുകയോ? എന്താ കാരണം? കൃഷ്ണൻ എന്താ വസ്ത്രം മാറാൻ അധികാരമില്ലേ? ഈ മഞ്ഞ മാത്രമേ പാടുള്ളൂ? എന്തൊരു കഷ്ടം! കൃഷ്ണനെ ഒന്ന് മാറ്റി കൊടുത്തൂടാ? അത്ര സ്വാതന്ത്ര്യം ഇല്ലാത്തവൻ എങ്ങനെയാണ് ദൈവമാവുക? സ്വന്തം വസ്ത്രം മാറ്റാൻ പോലും അധികാരമില്ലാത്തവൻ എങ്ങനെ ഈശ്വരനാവുക? ഓടക്കോളിൽ ഞാൻ കൈ കടഞ്ഞു ഭക്ത, ഞാനൊന്ന് താഴെ വെക്കട്ടെ, സമ്മതിക്കുക? ഭക്ത സമ്മതിക്കുക? സമ്മതിക്കില്ല. ഞാൻ കുറേ നേരമായില്ലേ കാല് പണച്ചു വെക്കണത്, ഞാനൊന്ന് കാല് നേർക്ക് വെക്കട്ടെ, സമ്മതിക്കുമോ? ഭക്ത സമ്മതിക്കുമോ? സമ്മതിക്കില്ല. കുറേ നേരമായി ഞാൻ പശുവിനെ ചാരി നിൽക്കണത്, ഒന്ന് മാറ്റട്ടെ, സമ്മതിക്കില്ല. ഭക്തൻ സമ്മതിക്കില്ല, ഉറപ്പ്, യാതൊരു സംശയമില്ല, സമ്മതിക്കില്ല. കാരണം അവിടെ ചില ബിംബങ്ങൾ പ്രതിഷ്ഠിതങ്ങളാണ്. അപ്പോൾ എങ്ങനെയുള്ള നിന്നിലാണ് കോർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇല്ല, ഞാനൊരു ശിവഭക്തനാണ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ശിവൻ ഇന്ന് ഇവിടത്തേക്ക് ഒരു വെള്ള മുണ്ടൊക്കെ കൊടുത്ത് ഒരു കുട്ടപ്പനായി വന്നു, ക്ലീൻ ഷേവൊക്കെ ചെയ്ത്. എടാ, നീ ശിവനല്ല എന്ന് ഞാൻ പറയില്ല. നീ പോയിട്ട് മൃഗത്തോൽ ഉടുത്തു വാ. എടാ, മൃഗത്തോലൊക്കെ ഉടുത്തിട്ട് ഇന്നത്തെ കാലത്ത് റോഡിൽ കൂടെ നടക്കാൻ പറ്റുമോ? അത് ഞാൻ അവിടെ കൈലാസത്തിൽ വെച്ചിട്ട് മുണ്ടുടുത്ത് വന്നതാണ്. കേരളം എത്തുന്നത് വരെ ഞാൻ പാൻസാട്ടത്, കേരളം എത്തിയപ്പോൾ ഞാൻ മുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുകയില്ലയോ? അംഗീകരിക്കില്ല. എന്നാൽ ഒരു പെരുങ്കള്ളൻ ദേഹം മുഴുവൻ ഭസ്മം പൂശി മൃഗത്തോലെടുത്ത് ഒരു ശൂലമൊക്കെ പിടിച്ച് വന്നാലോ? ശിവ, അങ്ങനെ കുറേ ശിവന്മാരിപ്പോൾ ജയിലിലുണ്ട്. കുറേ ശിവന്മാരിപ്പോൾ ജയിലില്ല. മഹാഭാഗ്യം. ഇനിയും കുറേ എണ്ണം ജയിലിൽ പോകാനുണ്ട്. കഥ പറയാന്ന് വിചാരിക്കണ്ട. ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഒരു 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 3-4 ഇപ്പോൾ ജയിലുണ്ട് ഇപ്പോൾ. അതിൽ ഒരാൾ സുഖവാസത്തിലാണെന്ന് മാത്രം, നല്ല സുഖമായിട്ടുള്ള ജയിലില്ല. ഇന്ത്യൻ ജയിലൊന്നുമല്ല, ഇംഗ്ലണ്ട് ജയിലായതുകൊണ്ട് നല്ല സുഖം, നല്ല ചാപ്പാട്, ഉഷാറായിട്ട്. ഒരു കേസിൽ 7 കൊല്ലം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി 3 കേസ് ഇപ്പോൾ ബാക്കിയുണ്ട്. അതിലും കൂടി കിട്ടിയാൽ ജീവിതകാലം മുഴുവൻ ആവാൻ സാധ്യത ഉണ്ട്. ഒരു കേസിൻ്റെ വിചാരണ കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലൊരു അപ്പീൽ പോകാനില്ല. അപ്പോൾ 7 കൊല്ലം ഇപ്പോൾ ഉറപ്പായി. ഒന്നിച്ചനുഭവിച്ചാൽ മതി. പിന്നെ ഇനി ഒന്നിച്ചനുഭവിച്ച് തീർന്നില്ലെങ്കിൽ ഭിന്നിച്ചനുഭവിച്ചാലും മതി. നമ്മൾ ഹിന്ദുക്കളാണല്ലോ, ഹിന്ദുക്കളായതുകൊണ്ട് അങ്ങനെയും മതി. മനസ്സിലായില്ല? ഹിന്ദുക്കളായതുകൊണ്ട് ഭിന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന്. ചത്തു പോകുമ്പോൾ തീർന്നില്ല വെച്ചാൽ അടുത്ത ജന്മത്തിലും തുടരാം, പിന്നെ അടുത്ത ജന്മത്തിലും തുടരാം. അങ്ങനെ ഭിന്നിച്ചനുഭവിച്ചാലും മതി.
ശരി, ഇതൊന്നും ആരെയും കുറ്റം പറയല്ല കേട്ടോ. പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒറിജിനൽ ശിവൻ വേഷം മാറി വന്നാൽ നമ്മൾ അംഗീകരിക്കില്ല. പെരുങ്കള്ളൻ ശിവവേഷം ഇട്ട് വന്നാൽ ഭഗവാനേ എന്നും പറഞ്ഞ് കാൽക്കൽ വീഴും. അങ്ങനെ ബിംബങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കേന കേന ധർമ്മേണ വിശിഷ്ടേ ത്വയി ഇദം സർവം പ്രോതം. എങ്ങനെയൊക്കെയുള്ള നിന്നിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രോതമായിരിക്കുന്നത്. വലിയ ചോദ്യമല്ല, പ്രസക്തമാണ്. അല്ലെങ്കിൽ നമുക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഗീത പഠിക്കുന്ന ഒരാൾ ചിന്തിക്കും, എന്തിനാ ശങ്കരാചാര്യർ ഇങ്ങനെ വേണ്ട അതിനെ എഴുതി വെച്ചാൽ എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? അത് ഇത്തരം ബിംബങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഇത് മാത്രമാണ് കൃഷ്ണൻ എന്ന് ധരിക്കുന്ന സമൂഹമുള്ള, ഇത് മാത്രമാണ് ശിവൻ എന്ന് ധരിക്കുന്ന, ബ്രഹ്മമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രമാണ്, ഞാൻ മനസ്സിലാക്കിയത് മാത്രമാണ്. അദ്വൈതി പറയും ഞാൻ മനസ്സിലാക്കിയത് മാത്രം, അപ്പോൾ ദ്വൈതി പറയും ഞാൻ മനസ്സിലാക്കിയത് മാത്രം, വിശിഷ്ടദ്വൈതി പറയും ഞാൻ മനസ്സിലാക്കിയത് മാത്രം. തല്ലിന് വേറെ എവിടെയെങ്കിലും പോകണം. അപ്പം അതുകൊണ്ട് കേന ധർമ്മേണ വിശിഷ്ടേ ത്വയി എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. എങ്ങനെയുള്ള നിന്നിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രോതമായിരിക്കുന്നത്? ചോദ്യം തുടർച്ചയായിട്ട് പറയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഗീത നിർത്തണില്ല, കുറച്ച് സമയം കൂടി ഗീത ആവാം, അത് കഴിഞ്ഞിട്ട് ഉപനിഷത്ത്. ഇപ്പോൾ എല്ലാവരും ചായ കുടിക്കാനൊന്നും പോകണമെന്ന് അഭിപ്രായമില്ല. വെറുതെയൊക്കെ ഒന്ന് നടന്ന് രണ്ട് പരിദോഷമൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് പറയണ്ട. പിന്നെ യന്ത്രത്തിന് തകരാറ് വന്നാൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കേണ്ടി വരും. ശരി.